ദീനിയായ വിജ്ഞാന സദസ്സിൽ ഈ ആരാമ്പ്രം പ്രദേശത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ സംഘടിപ്പിക്കുമ്പോൾ താല്പര്യപൂർവം ഈ ചെറിയ ചാറ്റൽ മഴയുള്ള സമയത്തും കുടുംബസമേതം ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ടവരായ നാട്ടുകാർ കേൾക്കണമെന്നും പഠിക്കണമെന്നും ചിന്തിക്കണമെന്നും ആഗ്രഹിക്കുകയും അത് ഇഷ്ടപ്പെടുകയും ആ മാർഗത്തിലായി സഞ്ചരിക്കുവാനും സത്യം എനിക്ക് കണ്ടെത്തണമെന്ന നസീഹത്തിന്റെ മനസ്സുമായി കേൾക്കാനും ശ്രമിക്കുന്നവർക്ക് വിജയമുണ്ട്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതത്തെ നല്ലപോലെ വിലയിരുത്തേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന, നമ്മളെക്കുറിച്ച് ഉറ്റാലോചിക്കേണ്ട ഒരു സമയത്താണ് നാം ഉള്ളത്. പെട്ടെന്നുള്ള എത്രയോ മരണവാർത്തകൾ നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുക. കുഞ്ഞിളം പ്രായമുള്ള ചെറിയ ചെറിയ മക്കൾ നഷ്ടപ്പെട്ടവരുടെ വാർത്തകൾ നമ്മൾ ഇന്നും കേട്ടുകൊണ്ടിരിക്കുക. ഒരു പ്രയാസവുമില്ലാത്ത എത്രയോ മനുഷ്യർ പെട്ടെന്ന് രോഗികളായിക്കൊണ്ടിരിക്കുക. ഒരു കുടുംബത്തിലെ 4-ലധികം പേർ മരണപ്പെടുന്ന അപകട വാർത്തകൾ നമ്മൾ കേൾക്കുക. ഇവിടെയാണ് മനുഷ്യൻ അവനവനെ കുറിച്ച് സ്വന്തം ഇന്ന് ചിന്തിക്കേണ്ട. ഞാൻ ആരായിരുന്നു, ഞാൻ ഇന്നാരാണ്, ഞാൻ എങ്ങോട്ടെത്തും. ഈ കാഴ്ചപ്പാട് ലോകത്ത് നഷ്ടപ്പെട്ടപ്പോഴാണ് സകല തോന്നിവാസങ്ങളും ധിക്കാരങ്ങളും ധാർഷ്ട്യങ്ങളും നെറികേടുകളും നമ്മുടെ നാട്ടിൽ വ്യാപിച്ചത്. കിബറിന്റെ അഹങ്കാരത്തിന്റെ സ്വാധീനങ്ങൾ മീഡിയകളിലൂടെ പലതും കണ്ടത് മുഴുവൻ സത്യമാണെന്നോ അതല്ലെങ്കിൽ അതാണ് സത്യമെന്നോ തെറ്റിദ്ധരിച്ച ചെറുപ്പക്കാരായ ആളുകളുടെ പങ്കാളിത്തം നമുക്ക് ആ വിഷയത്തിലൊക്കെ കാണാൻ കഴിയും. സത്യത്തിൽ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: മനുഷ്യൻ, നീ എവിടെ നിന്ന് വന്നു, നീ എവിടെ പോകുന്നു? ഹല്ലതാലിൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യ, നിനക്കൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? സൂറത്ത് ഇൻസാന്റെ 1-ാമത്തെ ആയത്ത്. ഒരു പേര് പോലും പറയാൻ പറ്റാത്തവനായിരുന്നില്ലേ നീ? 50 വയസ്സുകാരൻ 51 കൊല്ലം മുമ്പ് എന്ത് പേരാ നിനക്ക് പറയാനുള്ളത്? 30 വയസ്സുകാരാ, നിന്റെ 31 കൊല്ലം മുമ്പുള്ള നിന്റെ പേരെന്താണ്? വസ്തു എന്ന നിന്റെ പേരെന്താണ്? ഒന്നുമില്ല, ശൂന്യമാണ്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ ഫജഅൽനാഹു സമീഅൻ ബസീറാ. എന്നിട്ട് മനുഷ്യരെ നാം ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിക്കുകയാണ്. അവനെ കാഴ്ചയുള്ളവനാക്കുകയാണ്, അവന് കേൾവിയുള്ളവനാക്കുകയാണ്. എന്തിനാ? കാണാനും കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും വേണ്ടി തന്നെയാണ്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. എന്നിട്ട് മനുഷ്യർ രണ്ടായി തിരിയുകയാണ്. ഒരു വിഭാഗം ആളുകൾ പടച്ച റബ്ബ് തന്ന ഈ ശ്വാസത്തിനും ഈ രക്തത്തിനും ഈ കിഡ്നിക്കും ഈ ശരീരത്തിനും ഈ ജീവവായു മണ്ഡലത്തിലെ കാണാത്ത അത്യപൂർവമായ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങൾക്ക് ശാകിറ, നന്ദിയുള്ളവനായി ജീവിക്കുന്നവരും, ഇമ്മാ കഫൂറാ, ഈ തന്ന മുഴുവൻ നിഅമത്തുകളോടും നന്ദികേടിന്റെ സ്വരത്തോടെ ജീവിക്കുന്നവരും നാട്ടിലുണ്ടാകും. എന്നാൽ അല്ലാഹ് പറയാണ്: ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ. നന്ദി കാണിച്ച പുണ്യവാളന്മാർ സ്വർഗത്തിന്റെ വിവിധ സുഖങ്ങളിലായിരിക്കും. നന്ദികേട് കാണിച്ചാൽ ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഗ്ലാലം വസഈറാ. വെന്തെരിയുന്ന കത്തിക്കരിക്കുന്ന നരകമായിരിക്കും അവരെ കാത്തിരിക്കുന്നു. അവർക്ക് വേണ്ടി നരകം തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എന്ത് മനുഷ്യൻ പഠിക്കണം? എന്റെ ജീവിതത്തിൽ എനിക്കെല്ലാം നൽകിയത് എന്റെ റബ്ബ്.
ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. എന്റെ ജീവിതത്തിൽ എല്ലാ നിഅമത്തുകളും നൽകിയത് അത് അല്ലാഹുവിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എത്രയെത്ര മിനിറ്റുകൾക്കകത്ത് എത്രയെത്ര ആംബുലൻസുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിലും അപ്പുറത്തുള്ള സർജറിക്കൽ വാർഡുകളിലുമൊക്കെ ഒന്ന് ചെന്ന് നോക്ക് പ്രിയപ്പെട്ടവരെ. നമ്മളെപ്പോലെയുള്ള പച്ച ശരീരമുള്ള മനുഷ്യരുടെ വിവിധങ്ങളായ അനുഭവങ്ങൾ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കും. അല്ലാഹ് ചോദിച്ചില്ല അലം നജ്അൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണുകൾ നിങ്ങൾക്ക് നൽകിയില്ലേ, വലിസാനം വശഫതൈൻ, സംസാരിക്കാൻ ഒരു ചുണ്ട്, രണ്ട് ചുണ്ടുകൾ നൽകിയില്ലേ, ഒരു നാവ് നൽകിയില്ലേ, വഹദൈനാഹുൻ നജ്ദൈൻ, ഉയർന്നു നിൽക്കുന്ന രണ്ട് മാർഗങ്ങൾ നിങ്ങൾക്ക് തന്നില്ലേ. ശരി മനസ്സിലാക്കാനുള്ള എല്ലാ അവസ്ഥകളും നിങ്ങൾക്ക് തുറന്നു തന്നില്ലേ? സത്യം കേൾക്കാനുള്ള അവയവം തന്നില്ലേ? ചിന്തിക്കാനുള്ളത് തന്നില്ലേ? ഈ ലോകം നിറ കണ്ണുകളോടെ കാണാൻ നിങ്ങൾക്ക് രണ്ട് കണ്ണുകൾ നൽകിയില്ലേ? നിങ്ങൾ കാഴ്ച പരിമിതരെ കുറിച്ച് ചിന്തിക്ക്. ഇരുട്ടിന്റെ ലോകമല്ലാതെ മറ്റെന്തെന്ന് അവർക്ക് പറയാനുണ്ട്? എന്ത് കളറ് പറയാനുണ്ട്? എന്ത് സൂചനകൾ അവർക്ക് തരാനുണ്ട്? എന്നാൽ അള്ളാഹുവിന്റെ ഖുർആൻ ഈ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു സൂചനയുണ്ട്. മനുഷ്യരെ, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് നോക്ക്. നിങ്ങൾ നിങ്ങളുടെ നഫ്സിലേക്ക്, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ? ഒട്ടകത്തെ പറ്റി പറയുന്നുണ്ട്, ഭൂമിനെ പറ്റി പറയുന്നുണ്ട്, പർവ്വതത്തെ പറ്റി ചോദിക്കുന്നുണ്ട്, ആകാശത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ദൂരത്തല്ലേ? തൊട്ടടുത്ത് കിടക്കുന്ന, തൊട്ടാൽ അറിയുന്ന നിന്റെ ശരീരത്തിലെ അത്ഭുതങ്ങളെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് മനുഷ്യ. ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തുആമി, അവന്റെ ഭക്ഷണത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്ക്. എവിടുന്ന അത്? ആകാശത്തുനിന്ന് വെള്ളം കിട്ടി, അതിൽ നിന്ന് ചെടികൾ മുളച്ചു പൊന്തിയിട്ട് അതിൽ നിന്ന് തിന്നാൻ കിട്ടുന്ന ജീവികളാണ് മനുഷ്യരായ നമ്മള്. എത്രയെത്ര ആയത്തുകളാണ് ഈ സന്ദർഭം ഇങ്ങനെ ഓർപ്പെടുത്തുക. എന്നാൽ അള്ളാന്റെ ഖുർആൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ നാട്ടിലുള്ള മനുഷ്യരോടാണ്, എല്ലാവരോടുമാണ്. ഇതൊരു പാർട്ടിക്ക് വേണ്ടിയുള്ള സംസാരമല്ല, ഇതൊരു ഇലക്ഷൻ വരാനിരിക്കുന്നതിന്റെ പ്രചരണ പരിപാടിയല്ല, ഇതേതെങ്കിലും വാർഡ് പിടിച്ചടക്കാനുള്ള സംവിധാനങ്ങളല്ല. അള്ളാന്റെ ദീന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വേദിയായി ഇതിനെ കാണണം. നാളെ പരലോകത്ത് മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ നരകത്തിലെത്താനുള്ള കാരണം എന്താ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ഖൽബുണ്ട്, ചിന്തിക്കൂല. അതൊക്കെ വേറെ ആളെ ഏൽപ്പിച്ചിക്കുക വന്നത്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ലഭിച്ച മഹത്തായ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കാനും അത് ശരിയാവണ്ണം ഉപയോഗിക്കാത്തതിന്റെ പേരിൽ നരകത്തിൽ അകപ്പെടുന്ന മഹാഭൂരിഭാഗം ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞ താക്കീതാണ് ഞാൻ സൂചിപ്പിച്ചത്. കൽബുണ്ടായിരുന്നു, പക്ഷെ ആ കൽബ് അവർ ചിന്തിക്കുന്നവരായി മാറിയില്ല. അതുകൊണ്ട് വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, ചെവി ഉണ്ടായിരുന്നു, അവർ കേൾക്കാൻ സന്നദ്ധരായിരുന്നില്ല. വലഹും അയ്യുനുൻ, കണ്ണുകളുണ്ടായിരുന്നു, ലാ യുബ്സിറൂന ബിഹാ, അതുകൊണ്ട് അവർ കാണേണ്ടത് കാണാനും അവർ ഒരുക്കമല്ലായിരുന്നു. ഉലൈക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. ബൽ ഹും അദൽ, അതിനേക്കാൾ പിഴച്ചവരാണ്. കന്നുകാലികളെക്കാൾ മോശമാണ്, അതിനേക്കാൾ പിഴച്ചവരാണ്. എന്തേ? കന്നുകാലികൾ കുറെ തിന്നും കുടിക്കും ഉറങ്ങും അല്ലേ? ഇങ്ങനെ കുറെ മനുഷ്യന്മാരുണ്ട്. ഒന്നും തൻ്റെ ലക്ഷ്യമെന്ത്, തൻ്റെ ദൗത്യമെന്ത്, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങോട്ട് പോണു, എൻ്റെ ജീവിതം ഏതുവരുണ്ട്. ഏതൊരു മനുഷ്യനും ഈ ദുനിയാവിൽ ജീവിക്കുന്നത് ആലോചിക്കണം നിങ്ങൾ. 4 വീടുകൾ അവന് വരാനിരിക്കുന്നുണ്ട്. ഒന്ന്, അവന്റെ താമസത്തിന്റെ ഒന്നാമത്തെ കേന്ദ്രം അവന്റെ ഉമ്മയുടെ മാതാവിന്റെ ഗർഭപാത്രത്തിനകത്തായിരുന്നു. ആ സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തിയത്. അതുകൊണ്ടാണല്ലോ മാതാവിനെ വിസ്മരിക്കരുത്, മാതാപിതാക്കളോട് നന്ദി കാണിക്കണം. മാതാവിനെ പ്രത്യേകമായി പറഞ്ഞു, ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ,
പ്രയാസത്തിന്റെ മേൽ പ്രയാസം വഹിച്ചുകൊണ്ടാണ് അവന്റെ മാതാവ് അവനെ ഗർഭം ചുമന്നത്. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ, 30 മാസക്കാലത്തോളം അവന്റെ വളർച്ചയുടെ ഗർഭകാലവും മുലയൂട്ടുന്ന കാലവും നോക്കി അവന്റെ മാതാവുണ്ടല്ലോ. ഉമ്മാനെ പ്രത്യേകം പരിഗണിക്കാൻ പറഞ്ഞു. ആ വീട് ഉമ്മയുടെ ഗർഭപാത്രമായിരുന്നു ഒന്നാം സ്ഥാനത്ത്. രണ്ടാമത്തേത് പിന്നീട് നമ്മൾ ജനിച്ചു വീണ ഈ ദുനിയാവാണ്. ഈ ദുനിയാവിൽ മനുഷ്യരെ നമ്മൾ എത്ര ഓടിയാലും എത്ര നടന്നാലും എന്തൊക്കെ എക്സസൈസ് ചെയ്താലും നമ്മൾ ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം പോകണം. അതുകൊണ്ടാണ് ഈ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം രുചിക്കുന്നതാണ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, എന്നിട്ട് നാളെ പരലോകത്തെ ഖിയാമത്ത് നാളിൽ പൂർണ്ണമായ പ്രതിഫലം കൊടുക്കുന്നതാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്, ആ നരകത്ത് നിന്ന് രക്ഷപ്പെട്ട ആരാണോ അവിടെ സ്വർഗത്തിലെത്തുന്നത് അവർ വിജയിച്ചവരാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവ് ഒരു വഞ്ചനയുടെ വിഭവമല്ലാതെ ഇല്ല. എപ്പോഴും പോകാം. ഒന്നുകിൽ നമ്മൾ പോകും, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടും, നമ്മൾ മാത്രം ബാക്കിയാകും, എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. ഈ ദുനിയാവിൽ മനുഷ്യന് എത്ര കാലം താമസിക്കാൻ പറ്റും? 60-ന്റെയും 70-ന്റെയും ഇടക്കാണ് അവന്റെ ആയുസ്. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് വേണ്ടി നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ഒരുമിച്ച് ജമാഅത്തായി നമസ്കരിച്ചുകൊണ്ട് പിരിയാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നമ്മൾ എത്ര എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നബി തങ്ങൾ പറയാണ്, എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. ആ ദുനിയാവിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചോ? 30 കഴിഞ്ഞവൻ ചിന്തിക്കണം, എന്റെ 30 കഴിഞ്ഞു, നിന്റെ ബാക്കി 30 ഉള്ളൂ കേട്ടോ. 60 കഴിഞ്ഞവർ 70 കഴിഞ്ഞവർ നബി തങ്ങൾ പറഞ്ഞ ആ വാക്കിന്റെ ബോണസിലേക്ക് കടന്നു എന്ന് ചിന്തിക്കണം. എന്നാൽ ഈ ദുനിയാവ് കഴിച്ച് അവസാനിക്കൂല. അത് കഴിഞ്ഞാൽ 6 അടി മണ്ണിലേക്ക്, ബർസഖിന്റെ ഖബറിലേക്ക് അവനെ ഇറക്കി വെക്കും. ആരും എടുത്തു വെക്കാൻ പറ്റൂലല്ലോ. മനുഷ്യൻ മരിച്ചാൽ എന്താ ചെയ്യാറുള്ളത്? മനുഷ്യൻ മരിക്കുവോളം മണ്ണിന്റെ മേലെയാണ്. മരിച്ചു എന്നറിഞ്ഞാൽ അവനെ എത്രയും പെട്ടെന്ന് മണ്ണിനടിയിലേക്ക്, ഖബറിലേക്ക് ഇറക്കി വെക്കാൻ ശ്രമിക്കും. അത് ചെയ്യാൻ പറ്റൂ. ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ അവന് താമസിക്കാനുള്ളതൊരു ബർസഖിലാണ്. മൂന്നാമത്തെ അവന്റെ വീടാണ്. എത്ര കാലങ്ങൾ അവിടെ കിടക്കേണ്ടി വരുമെന്ന് പറയാൻ പറ്റൂല. എത്ര കൊല്ലങ്ങളാണെങ്കിലും ഈ ദുനിയാവിൽ ചെയ്തു വെച്ചതായ നന്മ തിന്മകൾക്ക് അടിസ്ഥാനമായിരിക്കും മൂന്നാമത്തെ വീട് ബർസഖ്. ഇവിടെ തീരുമാനിക്കും. നമ്മുടെ ഇവിടുത്തെ നന്മ തിന്മകളെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന മനുഷ്യന്മാരുടെ സ്വർഗ നരകങ്ങൾ തീരുമാനിക്കുക. അതുകൊണ്ട് ഈ വീടിനൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. ഇത് മസ്റഅത്തുൻ ഇലൽ ആഖിറ, നാളെ പടച്ചറബിന്റെ പരലോകത്തേക്ക് പോകാനുള്ള കൃഷിസ്ഥലാണ്. ഇവിടെ വിത്തിറക്കി, ഇവിടെ അതിനെ നനച്ചു കൊടുത്ത്, ഇവിടെ വിളവെടുത്ത് കൊയ്തെടുത്തവനെ നാളെ പരലോകത്ത് അതിന്റെ ഗുണം അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒന്നും ചെയ്യാതെ കടന്നു പോയവൻ നാളെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, ജീവിതകാലത്ത് ഞാൻ മുൻകൂട്ടി ചെയ്ത് നല്ലത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനേ. പരലോകത്ത് ഒരുപാട് വിലാപങ്ങൾ കാണാൻ സാധിക്കും. ഒരു കാര്യവുമില്ലാതെ കരയുകയാണ്. വഖാലു, നരകക്കാര് പറയും, എത്രേ ലൗ കുന്നാ നസ്മഉ, ദുനിയാവിൽ അന്ന് കേട്ട ഉപദേശങ്ങൾ, വഹീന്റെ സന്ദേശങ്ങളൊക്കെ ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഔ നഖിലു, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, വെന്തെരിയുന്ന ഈ നരകത്തിൽ ഞങ്ങൾ വീഴൂലായിരുന്നു. ഇനി കാര്യമില്ല, ഇനി ആ സംസാരത്തിനൊരു പ്രസക്തിയില്ല. അവിടെ അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. ഈ ദുനിയാവ് അതിന്റെ ചാൻസ് ആണ്. പഠിക്കാൻ, ഇരിക്കാൻ, ചിന്തിക്കാൻ, കേൾക്കാൻ, സംശയങ്ങൾ ചോദിക്കാൻ, അറിയേണ്ടത് അറിയാൻ. അതെ, അല്ലദീന യസ്തമിഊനൽ ഖൗൽ, വാക്കുകളൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുകയും
അതിൽ നിന്ന് നന്മയെ പിൻപറ്റുകയും ചെയ്തവരാരോ അവർക്ക് അല്ലാഹു സന്മാർഗം കൊടുക്കുന്നതാണ്. അങ്ങനത്തെ ഒരു പ്രാർത്ഥനയോടെ ആയിരിക്കണം ഇനി വരുന്ന വിഷയങ്ങൾ നമ്മൾ സാവധാനം ശ്രദ്ധിക്കേണ്ടത്. നാലാമത്തെ ഒരു വീട് സ്വർഗമല്ലെങ്കിൽ നരകം ഏതെങ്കിലും ഒന്നായിരിക്കും. അതിൽ സ്വർഗക്കാരായി മാറാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഈ സംസാരം. ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള മാനദണ്ഡം എന്തായിരുന്നു? ഏതായത്ത് വായിക്കുമ്പോഴും കാണാം 50ലേറെ സ്ഥലത്താണ് ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, വിശ്വസിച്ചവരും സൽക്കർമ്മങ്ങൾ ചെയ്തവരുമായ ആളുകൾക്ക് സ്വർഗത്തിന്റെ താഴ്വാരങ്ങൾ കാത്തിരിക്കുന്നു. ഈമാൻ ഉണ്ടാവണം. എന്ത് ഈമാനാ വേണ്ടത്? അമലുസ്സാലിഹാത്ത് വേണം. എന്ത് അമലുസ്സാലിഹാത്താ വേണ്ടത്? അത് പഠിപ്പിക്കാൻ ലോകത്ത് അമ്പിയാക്കന്മാര് വന്നു. ക്ലിയറാണ്? അത് പഠിപ്പിക്കാൻ അമ്പിയാക്കന്മാര് വന്നു. എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കാൻ പാടില്ല, എന്ത് പ്രവർത്തിക്കണം, എന്ത് പറയാൻ പാടില്ല, എന്ത് ചെയ്യാൻ പാടില്ല. അവൻ നബിമാര് നമ്മൾ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ? ആമിനു യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ആമിനു ബില്ലാഹി വബിർറസൂൽ, അല്ലാഹുവിലും റസൂലിലും നിങ്ങൾ വിശ്വസിക്കണേ. നല്ല വിശ്വാസം വേണം. അത് പഠിപ്പിക്കാനാണ് ലോകത്ത് വന്ന പ്രവാചകന്മാർ സകലരും ഈ മഹാദൗത്യം ഏറ്റെടുത്തു. എന്നിട്ട് അവർ ആദ്യം വന്ന് തന്റെ ജനങ്ങളോട് സംസാരിക്കുന്നത് എന്താണ്? യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ല ജനങ്ങളെ, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണേ, അവനല്ലാതെ ഒരു ഇലാഹില്ല. ഇത് പറഞ്ഞാൽ തീവ്രവാദിയാകുമോ? ഇത് പറഞ്ഞാൽ നമ്മളൊരു മതഭ്രാന്തനാകുമോ? ഇത് പറഞ്ഞാൽ നമ്മളൊരു പിന്തിരിപ്പനാകുമോ? എത്ര സുന്ദരമായ സന്ദേശമാണ്! ഈ ലോകം സൃഷ്ടിച്ചത് ഏകനായ അഹദായ സമതായ റബ്ബാണ്. ആ റബ്ബിനെയാണ് ലോകത്തുള്ള മുഴുവൻ മഖ്ലൂഖീങ്ങളും ആരാധിക്കേണ്ടത്. മുസ്ലിങ്ങളല്ല, എല്ലാവരും, എല്ലാ മനുഷ്യരും. വിശുദ്ധ ഖുർആനിന്റെ ആ പ്രഖ്യാപന രീതി കണ്ടോ? യാ അയ്യുഹന്നാസ്, മുസ്ലിമീങ്ങളെന്നല്ല, മനുഷ്യന്മാരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചവനായ റബ്ബിനെ ആരാധിക്കണേ. ഈ സന്ദേശമാണ് എല്ലാ പ്രവാചകന്മാരും അവരവരുടെ നാടുകളിൽ ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്നത്. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? ആദം നബി അലൈഹിസ്സലാമിന്റെ കാലശേഷമുള്ള 10 തലമുറകൾ കഴിഞ്ഞു വന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം വന്നു. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, ശിർക്ക് വെക്കുന്ന രീതി ലോകത്ത് ആദ്യമായി കടന്നു വന്നു. നമുക്ക് ഇന്ന് കാണുന്ന ശിർക്കിനെ ബേജാറില്ലേ? അന്ന് ആദ്യം വരുന്ന ശിർക്കിന് എത്ര പേടിണ്ടാവും? അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളോടും ഞാൻ പറയാണ്, സൂറത്തു നൂഹ് എന്ന അധ്യായം ഒന്ന് ഒരു തവണ വായിച്ചു നോക്കൂ. 950 കൊല്ലം ഒരു മനുഷ്യൻ പ്രബോധനം ചെയ്ത മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മഹാത്യാഗിയായ, ക്ഷമയോടെ, പക്വതയോടെ, വിവേകത്തോടെ ദഅവത്ത് നടത്തിയ ആ പ്രവാചകൻ അവരോട് പറയാണ്, ഖാല റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറാ. നമുക്ക് കൊല്ലത്തിൽ, വർഷത്തിൽ ഒരിക്കൽ പരിപാടി വെക്കുമ്പോഴത്തിന് ബേജാറാ. ഞാൻ രാത്രിയും പകലും പോയി അവരോട് വിളിച്ചുകൊണ്ടിരുന്നു. രഹസ്യമായി വിളിച്ചു, ഞാൻ പരസ്യമായി വിളിച്ചു, ഞാൻ കിട്ടാവുന്ന സകല വേദിയിലും ഞാൻ ജനങ്ങളെ വിളിച്ചു. എന്താ വിളിച്ചു പറഞ്ഞത്? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ എല്ലാ വിഗ്രഹാരാധനയും ശിർക്കിന്റെ കാര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിക്കോളൂ. റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരുന്ന ഗഫാറാണ്. ഇസ്തിഗ്ഫാറിന്റെ മഹത്വം പറഞ്ഞു കൊടുത്തു. റബ്ബിലേക്ക് മടങ്ങാൻ പറഞ്ഞു. മഹാന്മാരിലേക്കല്ല, കല്ലറകളിലേക്കല്ല, മൺകൂനകളിലേക്കല്ല, മരങ്ങളിലോ ചെടികളിലോ അല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് റബ്ബാണ്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. നിങ്ങൾ എന്താ അല്ലാഹ്ക്കൊരു ഗൗരവം കാണാത്തത്? അങ്ങനെ പറയാൻ കാരണമുണ്ട്.
അവർ പിന്നെ എന്തിനെയാ ഗൗരവം കണ്ടിരുന്നത്? അതും ആ സൂറത്തിൽ പറയാണ്. ആ നാട്ടിലെ പ്രമുഖരായ ജനങ്ങൾ, അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല കാരണവന്മാരും കുറച്ച് സാദാത്യങ്ങൾ നേതാക്കന്മാരും, അവരിലെ നേതാക്കന്മാര് ജനങ്ങളോട് പറയാണ്, നൂഹ് പറയുന്നതൊന്നും ആരും വിശ്വസിക്കണ്ട, അതൊന്നും വലിയ കാര്യമല്ല. വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുബാഅൻ വലാ യഗൂസ വയഊഖ വനസ്റാ. ഓല് പറയാ വദ്ദിനെയും സുവാഇനെയും യഗൂസൊക്കെ നല്ല മഹാന്മാരായ മനുഷ്യന്മാരാണ്. നിങ്ങൾ ഇവരൊന്നും വിട്ടെറിഞ്ഞു പോയിട്ട് അള്ളാന്റെ പേരും പറഞ്ഞു പോണ്ടട്ടോ, നിങ്ങൾ ഇവരെ ആരാധിച്ചോളൂ. അല്ലാഹ് പറയാണ്, വഖദ് അളല്ലൂ കസീറ, ആ കാരണം കൊണ്ട് അവര് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വഴിപിഴച്ചിരിക്കുന്നു. ഇതാണ് ലോകത്തിന് നമുക്ക് പറയാനുള്ളത്. പുതിയതായിട്ടൊരു സർക്കുലർ ഒന്നും വരാനില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ, എല്ലാ ബലിയർനാക്കും മാത്രം ഓർക്കേണ്ട ഒരു പേരല്ലത്. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ, അല്ലാഹ് ചങ്കായി സ്വീകരിച്ച, കൂട്ടുകാരനായി സ്വീകരിച്ച ഖലീലുള്ള എന്ന പേര് ഖ്യാതി നേടിയ ഇബ്രാഹിം നബി അല്ലേ. ആ ഇബ്രാഹിം നബി സ്വന്തം ബാപ്പാന്റെ അടുത്ത് ഇറാഖിലെ ബാബിലോണിൽ ജനിച്ചു ജീവിക്കുമ്പോ ബാപ്പ ആസറിനോട് പോയിട്ട് പറയുന്നതും ഇതായിരുന്നു. എന്ത്? വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, അല്ലാഹുവല്ലാത്ത ദൈവേതര ശക്തികളെ, ത്വാഗൂത്തുകളെ, ശൈത്വാനിയത്തുകളെ ആരാധിക്കരുത് വാപ്പാ. വാപ്പാനോടൊക്കെ അങ്ങനെ പറയാൻ പറ്റുമോ? ഇത് പറയുന്നിടത്ത് പ്രായഭേദമന്യേ ആർക്കുമുള്ള സ്വാതന്ത്ര്യമാണ് കൊടുത്തിരിക്കുന്നത്. കാണുന്നവരൊക്കെ പറയണം, യാ അബതി, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ലിമ തഅബുദു, എന്തിനെയാ ആരാധിക്കുന്നത്? മലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, ഉപകാര ഉപദ്രവം ചെയ്യാത്ത, കാണാൻ കഴിയാത്ത, കേൾക്കാൻ പറ്റാത്തവരെ എന്തിനാ വാപ്പ ആരാധിക്കുന്നത്? എന്ത് ചോദിക്കാൻ പ്രയാസം? ഇത് ചോദിക്കാൻ ആർക്കും ഒരു മടിഞ്ഞ വിഷയമല്ല. എന്നിട്ട് ഇബ്രാഹിം നബി വാപ്പാനോട് പറഞ്ഞു, വാപ്പാ, ഞാൻ നിങ്ങളോട് ഇതൊക്കെ ഉപദേശിക്കുന്നത് എനിക്കെന്തോ ലാഭം കിട്ടാൻ വേണ്ടിയൊന്നുമല്ല. യാ അബതി, എന്റെ പ്രിയപ്പെട്ട വാപ്പ, ഇന്നി യഖാഫു, ഞാനിതാ പേടിക്കുകയാണ്, നാളെ പരലോകത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഇതിന്റെ പേരിൽ ശിക്ഷ ലഭിക്കുന്നതിനെ പേടിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് വാപ്പാ. ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്ക് ഇപ്പോൾ ഈ തൗഹീദും ഈ വയലും ഈ ഖുറാനും തന്നെയുള്ളൂ, വേറൊന്നും പറയാല്ലേ? നമുക്ക് പേടിതാണ്. നമ്മളിത് പറയാതെ പോയാൽ അറിയാതെ ജനങ്ങൾ തെറ്റുകളിലേക്ക്, തിന്മകളിലേക്ക്, അതുപോലെ തന്നെ ശിർക്കിന്റെ വിവിധങ്ങളായ അവസ്ഥകളിലേക്ക്, ചൂഷണത്തിന്റെ വിവിധങ്ങളായ അവസ്ഥയിലേക്ക് അവർ പോകുന്നതും അവരുടെ പരലോകം നഷ്ടപ്പെടുന്നത് പേടിച്ചിട്ടാണ്. എന്നിട്ട് ഇബ്രാഹിം നബി ഒന്നുകൂടി പറഞ്ഞു, യാ അബതി, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങൾക്ക് ലഭിക്കാത്ത ചില അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ബാപ്പാ. ഈ ആശയം എവിടെ പറഞ്ഞാലും പെട്ടെന്ന് സ്വീകരിക്കൂല. ബാപ്പ നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചത്. ബാപ്പ പറഞ്ഞു, മോനെ, ഈ ആശയം കൊണ്ട് എന്റെ മുമ്പിൽ വരരുത്, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളണം. അങ്ങനെ ഇറങ്ങിപ്പോന്നവരെ നമ്മളൊക്കെ പലരും, നമ്മളെ പണ്ഡിതന്മാരും നമ്മളെ നേതാക്കന്മാരൊക്കെ സ്വന്തം വീടും മഹല്ലും നാടും വിട്ടെറിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ട് ഇതേ കാര്യം പറഞ്ഞതിന്റെ പേരിൽ. കാലങ്ങൾക്ക് ശേഷം അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കാലഘട്ടം എത്തിയില്ലേ. വിശുദ്ധമായ ഹറമാകുന്ന മക്ക, പരിശുദ്ധമായ മദീനയുടെ മണ്ണ്, എല്ലാ ചരിത്രമൊന്ന് വായിക്കണം നമ്മൾ. ആ മക്കയിൽ ഇരുന്നു കൊണ്ട് നബിതങ്ങളും ഇതുതന്നെയാ പറയുന്നത്, റബ്ബിനെ ആരാധിക്കണം, അല്ലാഹു വല്ലാതെ ഒരു ആരാധ്യൻ നമുക്കില്ല. വഅൻദിർ അശീറതകൽ അഖ്റബീൻ. വഹീങ്ങട് വന്ന് തുടങ്ങിയിട്ടുള്ളൂ. നബിനോട് പറഞ്ഞു, നബിയേ, കുടുംബക്കാരോട് താക്കീത് കൊടുക്കണം. ഇവിടെ നമ്മുടെ എത്ര ഭാര്യമാരോട് വന്നിട്ടുണ്ട്, ഭാര്യമാർ എത്ര ഭർത്താക്കന്മാരിവിടെ എത്തിയിട്ടുണ്ട്, ഭാര്യയും ഭർത്താവും വന്നിട്ട് നമ്മളെ മക്കൾ എത്ര പേര് സദസ്സിലുണ്ട്. ആ പ്രായമുള്ള ഒരു മനുഷ്യ, കുട്ടികളൊന്നും ഇതിൽ സദസ്സിൽ തന്നെ വളരെ കുറവാണ്. ഇനി പൊതുവെ നമ്മുടെ നാട്ടിലൊന്നും കാണാറില്ലല്ലോ.
ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. നബിനോട് പറയണേ, നാട്ടിൽ ഇറങ്ങി പ്രഭാഷണത്തിന് മുമ്പ്, സംസാരിക്കണതിന്റെ മുമ്പ് കുടുംബങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം നബി. അപ്പോഴാണ് ആ സഫാ കുന്നിന്റെ മുകളിലേക്ക് മുഴുവൻ കുടുംബക്കാരെയാണ് വിളിച്ചു വരുത്തിയത്. ഓരോ ഗോത്രങ്ങളുണ്ട്, ആ ഗോത്രങ്ങളുടെയൊക്കെ പേരൊക്കെ ഇങ്ങനെ വിളിച്ച് അവരൊക്കെ അടുത്തേക്ക് വിളിച്ചിട്ട് അവരോട് എന്താ പറയണറിയോ, ഇത്ര ലക്ഷങ്ങൾ തരാ, ഇത്ര ആയിരങ്ങൾ തരാന്നുള്ള ഓഫറൊന്നല്ല. എനിക്ക് പറയാനുള്ള ഇതാണ്, എന്താണ്? ലോകത്തിന് ഒരേ ഒരു ആരാധ്യനയുള്ളൂ, നിങ്ങൾ അവനെ ആരാധിക്കണം. അപ്പൊ അവരുടെ മുമ്പിൽ ആരാ ആരാധ്യന്മാരുള്ളത്? അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സാ വമനാത സാലിസത്തുൽ ഉഖറാ അലക്കുമുദ് ദക്കറു വലഹുൽ ഉൻസാ. അവർക്ക് ലാത്തയുണ്ടായിരുന്നു, ഉസ്സയുണ്ടായിരുന്നു, മനാത്തയുണ്ടായിരുന്നു. അവരിലൂടെ ആരാധനകൾ സമർപ്പിച്ച്, അവരിലൂടെ ആരാധനകൾ പങ്കുവെച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് തെറ്റിപ്പോകുന്ന ശിർക്ക് ചെയ്യുന്ന ഖൗമിനെയാ വിളിച്ചത്. അവിടുന്നാണ് കുടുംബങ്ങൾ എതിർത്ത് സംസാരിച്ചത്. തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ. അബൂ ലഹബ് ആദ്യമായി സടകുടഞ്ഞ് എഴുന്നേറ്റിട്ട് ചോദിച്ചത്, മുഹമ്മദേ, ഇത് പറയാനാണോ ഞങ്ങളെ വിളിച്ചത്? എങ്കിൽ നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന് നബി തങ്ങൾക്കെതിരെ പ്രാർത്ഥിച്ചവനാണവൻ. അള്ളാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിനും അവന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ എന്ന ആ ആയത്തുകൾ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുക നമ്മൾ. സഹോദരങ്ങളെ, ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മൾ എന്താണ് ഈ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച ഏകദൈവ വിശ്വാസത്തിന്റെ മഹിമ എന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ലോകത്ത് വന്ന സകല അമ്പിയാക്കന്മാരുടെയും ചരിത്രം വിശദീകരിക്കുന്ന ആയത്തുകളും തഫ്സീറുകളും വായിച്ചാൽ കാണാൻ സാധിക്കും, നബിയെ, നിങ്ങളും നിങ്ങൾക്ക് മുമ്പ് വന്ന് കടന്നുപോയ പ്രവാചകന്മാരും ജനങ്ങളെ ക്ഷണിച്ചത് മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. ആ ക്ഷണമാണ് ഇന്നും ഇവിടെ ഈ സംസാരത്തിൽ നമുക്ക് പറയാനുള്ളത്. എന്നാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ട മനുഷ്യർ അതിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന പല തിലക്കുമുള്ള അവസ്ഥകൾ കടന്നു വരുന്നു. ഇന്ന് 2025 ഒക്ടോബർ മാസത്തിൽ പോലും നമ്മൾ ഇരുന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്തൊക്കെ വലിയ വലിയ പുരോഗതികളാണ് നമ്മുടെ കേരളക്കരയിൽ വ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ പോലും ഒരിക്കലും തല തിരിഞ്ഞ് ചിന്തിക്കാത്ത, അതല്ലെങ്കിൽ വേണ്ടതുപോലെ തല കൊടുക്കാത്ത ഒരുപാട് മനുഷ്യർ ഇപ്പോഴും ഇസ്ലാം അങ്ങേയറ്റം എതിർത്ത, വിമർശിക്കുന്ന ഈ ശിർക്കിന്റെ വക്താക്കളായി നാട്ടിൽ ഒരുപാട് പേർ ഇപ്പോഴുമുണ്ട്. അവർ ചെയ്യുന്ന മാർഗം എന്താ? ഡയറക്റ്റ് അവർ ശിർക്ക് ചെയ്യുന്നു എന്ന് ആരോടും പറയൂല. പകരം അവർ അല്ലാഹുവല്ലാത്തവരെ ആരാധിക്കുന്ന വിവിധങ്ങളായ സ്ഥാനങ്ങൾ, വിവിധങ്ങളായ സ്ഥലങ്ങൾ, വിവിധങ്ങളായ പുസ്തകങ്ങൾ, വിവിധങ്ങളായ പ്രാർത്ഥനകൾ, സിയാറത്ത് കേന്ദ്രങ്ങൾ ഉണ്ടാക്കും. അതിലൂടെ ജനങ്ങളെ ഈ തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് നയിക്കുന്ന അവസ്ഥ കടന്നു വരുന്നു. അതിന്റെ പ്രശ്നം എന്താ ഉണ്ടാവാൻ പോണത്? അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്, അള്ളാഹുവിനോട് കൊടുക്കേണ്ടുന്ന ഇബാദത്തുകൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചാൽ അത് ശിർക്കാണല്ലോ. ഖുർആനിന്റെ ഒന്നാമത്തെ കൽപ്പന അൽ ബഖറയിൽ പറഞ്ഞു, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, അല്ലാഹുക്ക് സമന്മാരെ ഉണ്ടാക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. അല്ലാഹ് കാണുന്ന പോലെ കാണും, അല്ലാഹ് കേൾക്കണ പോലെ കേൾക്കും, അല്ലാഹു ഉത്തരം ചെയ്യുന്ന പോലെ ഉത്തരം ചെയ്യും. എന്തൊക്കെ നരകത്തിൽ നിന്ന് ഇന്ന ആള് രക്ഷപ്പെടുത്തും, കുട്ടികളില്ലാത്തവർക്ക് ഇന്ന ആള് കുട്ടിനെ കൊടുക്കും, രോഗമുള്ള ആൾക്ക് ഇന്ന ആള് രോഗം മാറ്റി കൊടുക്കും. എന്തൊക്കെ വിശ്വാസം! അള്ളാഹുവിന്റെ സിഫാത്തുകൾ വരെ മഖ്ലൂഖീങ്ങളായ, എന്തിന്, നമ്മുടെയൊക്കെ പരിസരത്തുള്ള പല ആളുകളുടെയും പേരിലേക്ക് മുളാഫാക്കിക്കൊണ്ട് ചേർത്തുകൊണ്ട് പറയുന്ന പുതിയ കാലഘട്ടം ആലോചിക്കുക. പണ്ടൊക്കെ ബദരീങ്ങളെ, മുഹീദ്ദീൻ ഷേഖ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ അതൊക്കെ മാറ്റി മടവൂരിലെ മഖാമിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അവസ്ഥ ആലോചിച്ചു. കാലങ്ങൾ ഇങ്ങനെ കൂടുമ്പോ ആൾക്കാരുടെ പേരിങ്ങനെ മാറി മാറി വരികയാണ്. നമ്മക്ക് എന്നൊരു പേരുള്ളൂ, അല്ലാഹ്, റബ്ബേ, റബ്ബനാ എന്ന വിളിയോ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇതിന്റെ അപകടം എന്താ സംഭവിക്കുന്നറിയോ? അള്ളാഹു വല്ലാത്തവരോട് ഒരു ഇബാദത്ത് കൊടുക്കുന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല. അതിനല്ലേ 17 തവണ നെഞ്ചത്ത് കൈവച്ചിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ,
നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ. ഈ കരാറാണ് ലംഘിക്കാണ് ഇത് ചെയ്യുന്ന മനുഷ്യൻ. ഇന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ മറ്റു പല ആയത്തുകളിലൂടെയും സമാനമായി പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയാണ് നബിയോട് പറയാൻ പറഞ്ഞിരിക്കുക. ഖുൽ നബിയേ പറയുക, ഇന്നമാ ദുഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ ഒരാളോടും അതിൽ പങ്കു ചേർക്കൂല. അള്ളാഹുവോട് പ്രാർത്ഥിക്കണേന് വേറെ ആളോട് ഞാൻ പ്രാർത്ഥിക്കൂല, വേറൊരാളോട് ഇസ്തിഗാസ ചോദിക്കൂല, വേറൊരാളെ തവസ്സുലാക്കിയിട്ട് ഞാൻ പ്രാർത്ഥിക്കൂല. ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. മറ്റൊരായത്തിൽ ഒന്നുകൂടെ സ്പഷ്ടമാക്കിയിട്ട് പറഞ്ഞു, വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. പള്ളിയാകുമ്പോ നമുക്കൊരു പ്രത്യേകം അടുപ്പുണ്ടല്ലോ, എല്ലാവരുടെയും ഒരു മനസ്സിൽ ഇബാദത്തിന്റെ സ്ഥാനം കൂടുമല്ലോ. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. എത്ര ആയത്ത് വേണം നമുക്ക്? പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ചില നേതാക്കന്മാര് സാദാത്യങ്ങൾ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കണമൊന്നുമില്ല, ഞങ്ങൾ ഇസ്തിഗാസയാണ്, ഞങ്ങൾ ഇടയാളന്മാരെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്, അത് അടുപ്പിക്കണം. ഇന്ന് അങ്ങനല്ല, ഞങ്ങൾ നേരിട്ട് പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്നാ ചോദിക്കുന്നത്. അത് അത്രക്ക് അവിടേക്ക് അവർ എത്തിപ്പെട്ടു. കടലിന്റെ നടുക്കയത്തിൽ കുടുങ്ങി ഹജ്ജിന് പോയപ്പോ ബദരീങ്ങളെ, നിങ്ങളല്ലാതെ ഞങ്ങളെ രക്ഷിക്കാനില്ല എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. നമ്മുടെ നാട്ടിൽ കേട്ടില്ലേ? മർക്കസ് നോളേജ് സിറ്റിക്ക് പണി നടക്കാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ബദരീങ്ങളോട് പ്രാർത്ഥിച്ചപ്പോൾ പേപ്പറും ഫയലൊക്കെ ശരിക്കും മുന്നോട്ട് പോയി. എന്താ പഠിപ്പിക്കുന്നത്? കാര്യങ്ങൾ നടക്കാൻ ബദരീങ്ങളോട് പ്രാർത്ഥിക്കണം. എന്തെല്ലാമാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു നിലക്ക് കടന്നു വന്നിരിക്കുന്ന തെറ്റിദ്ധാരണകളുടെ ലോകം എത്ര എവിടെ എത്തിയെന്നറിയോ? മനുഷ്യരെ കൊണ്ടെത്തിച്ചത് എവിടേക്ക് എത്തിക്കുന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ശിർക്കാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും വലിയ പാപം എന്നത് ശിർക്കാണ്. അള്ളാഹുവിന് നൽകേണ്ടുന്ന ഇബാദത്ത് സൃഷ്ടികൾക്ക് നൽകലാണ് ഏറ്റവും വലിയ പാപം. കൊലപാതകത്തെക്കാൾ, വ്യഭിചാരത്തെക്കാൾ, പലിശയേക്കാൾ വലിയ പാപാണ് ശിർക്ക് ചെയ്യാൻ. ഒരു കൊലപാതകം ചെയ്ത് മനുഷ്യനെ കൊണ്ടുവന്ന് നിങ്ങൾ എത്ര ദേഷ്യം പിടിക്കും? ശിർക്ക് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവരോട് എന്താ നമുക്ക് തോന്നാത്തത്? നമുക്കത് ഗൗരവമായി കാണാത്തോണ്ടാ. അള്ളാന്റെ ഖുർആൻ സൂറത്തുൻ നിസായിലൂടെ പറയാണ്, ഒരു മനുഷ്യൻ സാധാരണ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, തെറ്റുകൾ സംഭവിച്ചാൽ പടച്ചോൻ പുറത്തു കൊടുക്കൂലേ? ഉണ്ട്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, അവനിൽ ശിർക്ക് ചെയ്താൽ പുറത്തു കൊടുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത പാപങ്ങൾ അവൻ പുറത്തു കൊടുത്തേക്കാം. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ എന്താണ്ടാകുക? ഫഖദ് ളല്ല ളലാലൻ ബഈദാ, അവൻ പിഴച്ചോനാണ്. ഇത് പറയണോ പിഴച്ചോനാന്നാ പ്രചരിപ്പിക്കുന്നത്. ശിർക്ക് ചെയ്യരുതേന്ന് പറയുന്നവരെ ചൂണ്ടിയിട്ട് പറഞ്ഞതൊക്കെ പിഴച്ചോലാണ്, അവരൊക്കെ പുത്തമ്പാദികളാണ്, അവരൊക്കെ നരകത്തിലെ നായകളാണ്, നരകത്തിലെ പൂച്ചകളാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഖുർആൻ എന്താ പറയണത്? അല്ലാഹുവല്ലാത്തവരോട് ശിർക്ക് വെച്ചുകൊണ്ട് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരെ പറ്റി പറയാണ്. അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് ജീവിച്ചാൽ അവന്റെ പാപങ്ങൾ ആ കാരണം കൊണ്ട് പുറത്തു കൊടുക്കൂല. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അങ്ങനെ ശിർക്ക് വെച്ചാൽ ഫഖദ് ളല്ല ളലാലൻ ബഈദാ, അങ്ങേയറ്റത്തെ വിദൂരമായ വഴികേടിലാണ്. ആയത്തിന്റെ തഫ്സീറിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഇതിൽ പറയാണ്, വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ യഗ്ഫിറു ദംബ ശിർക്കി, ശിർക്കാകുന്ന പാപം മനുഷ്യ പുറത്തു കിട്ടൂല. വയഗ്ഫിറു മാ ദൂനഹു മിനദ്ദുനൂബി ലിമൻ യുരീദ്,
മറ്റുള്ളതേതെങ്കിലും ഉണ്ടെങ്കിൽ അത് അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. ഫഖദ് ബഅദ അൻ ത്വരീഖിൽ ഹഖ്, ശിർക്ക് ചെയ്തവൻ സത്യത്തിൽ നിന്ന് വിദൂരതയിലാണ്. വസ്സആദതി, സൗഭാഗ്യത്തിൽ നിന്ന് വിദൂരതയിലാണ്. ബഅദൻ കബീറ, വലിയ നാശകരമായ ദൂരത്തിലാണ് അവർ കിടക്കുന്നത്. അവരും സത്യവുമായി യാതൊരു ബന്ധവുമില്ല.